2013 ഹിന്ദി ലാംഗ്വേജിൽ പുറത്തിറങ്ങിയ ഒരു കിടിലൻ മെഡിക്കൽ ത്രില്ലർ സിനിമയാണ് അങ്കുർ അറോറ മർഡർ കേസ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഡോക്ടർമാരെയാണ്. അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അവര് നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം മറുത്തൊന്നും തന്നെ പറയാതെ നമ്മൾ അതേപടി അനുസരിക്കാറുണ്ട്. നിരവധി ആളുകൾ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വെച്ച് തന്നെ സർജറിക്കിടയിൽ മരണപ്പെടാറുണ്ട്. അത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് അഥവാ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം മരണപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് അങ്കുർ അറോറ മർഡർ കേസ്. ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പൻഡിസൈറ്റിസ് അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കീ ഹോൾ സർജറിക്കായി അഡ്മിറ്റ് ചെയ്ത അങ്കുർ അറോറ എന്ന കുട്ടി സർജറിക്കിടെ മരണപ്പെടുകയാണ്. അതിനെ തുടർന്ന് അവന്റെ അമ്മ തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായവരൊക്കെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി പോരാടുന്നതൊക്കെയാണ് അങ്കുർ അറോറ മർഡർ കേസ് നമുക്ക് കാണിച്ചു തരുന്നത്. KK മേനോൻ, ടിസ്ക ചോപ്ര എന്നിവരൊക്കെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. KK മേനോന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് അങ്കുർ അറോറ മർഡർ കേസ് എന്ന സിനിമയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാം. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ രോഗി എത്തിക്കഴിഞ്ഞ ശേഷം അതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഡോക്ടർമാർ എന്താണോ നമ്മളോട് പറയുന്നത് അത് എന്ത് തന്നെ ആയാലും വിശ്വസിക്കുക എന്നത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഓപ്പറേഷൻ ടൈമിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും സ്വാഭാവിക മരണങ്ങളാണോ എന്ന ചോദ്യമാണ് അങ്കുർ അറോറ മർഡർ കേസ് നമ്മളോട് ചോദിക്കുന്നത്. ഏകദേശം നമ്മുടെ ലാലേട്ടന്റെ നിർണയം എന്ന സിനിമ നൽകുന്ന അതേ ഫീൽ തന്നെയാണ് ഈ സിനിമയും നമുക്ക് നൽകുന്നത്. സിനിമയിൽ അടുത്തതായി എടുത്തു പറയേണ്ടത് ടിസ്ക ചോപ്രയുടെ അഭിനയമാണ്. ടിസ്ക ചോപ്ര അഭിനയിച്ചിരിക്കുന്ന ഏത് സിനിമ എടുത്തു നോക്കിയാലും പെർഫോമൻസ് കൊണ്ട് അവര് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകും. ഈ സിനിമയിലും ടിസ്ക ചോപ്ര നമ്മളെ അതുപോലെ തന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. 2 മണിക്കൂറും 9 മിനിറ്റും ഡ്യൂറേഷൻ വരുന്ന അങ്കുർ അറോറ മർഡർ കേസ് എന്ന ഈ സിനിമയ്ക്ക് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 6.5 ആണ്. മുംബൈയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊന്നും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് മാത്രം അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു സിനിമ കൂടിയാണ് അങ്കുർ അറോറ മർഡർ കേസ്. അപ്പൊ മെഡിക്കൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ അങ്കുർ അറോറ മർഡർ കേസ് എന്ന ഈ സിനിമ എന്തായാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, ഒന്ന് കണ്ടു നോക്കുക. Uncle, okay. I have to go to Uncle. Come on.